അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഹജ്ജിൻ്റെ നിർബന്ധമായ അറവ് ഇത് മക്കയിൽ പോയി തന്നെ അറക്കണമല്ലോ. അങ്ങനെ അറവിൻ്റെ ശേഷം ഇത് മക്കയിലെ താമസക്കാർക്ക് വിതരണവും ചെയ്യണം, പാവപ്പെട്ടവർക്ക്. അങ്ങനെയാണ് അതിൻ്റെ രീതി എന്നാണ് മനസ്സിലായത്. പക്ഷേ അറവിൻ്റെ ശേഷം നമ്മുടെ സുഹൃത്തുക്കളോ നമ്മളോട് ബന്ധപ്പെട്ട ആളുകൾക്കോ, ഇപ്പോൾ മക്കയിൽ താമസിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളുണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളായ ആളുകളും താമസിക്കുന്നവരുണ്ടാവും, ജോലി ആവശ്യാർത്ഥം നാട്ടിൽ നിന്ന് വന്ന ഇവർക്ക് കൊടുക്കാൻ പറ്റുമോ? ഒരു ചോദ്യമാണ്. രണ്ടാമത്, നമ്മൾ ജിദ്ദയിൽ നിന്നാണ് പോകുന്നത് അറക്കാൻ വേണ്ടി. ജിദ്ദയിൽ നിന്ന് അറവിന് പോകുമ്പോൾ നമ്മുടെ കൂടെ വന്ന സുഹൃത്തുക്കളുണ്ടാവും. ഇവർക്ക് അറുത്തതിൻ്റെ ശേഷം അവിടെ വെച്ചുകൊണ്ട് കൊടുത്ത് അവരുടെ വീട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്കല്ല, അവരുടെ വീട്ടിലേക്ക് ആ ഇറച്ചിയുമായി പോരാൻ പറ്റുമോ? ഇങ്ങനെ രണ്ട് മസലയാണ് ചോദിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഉത്തരം പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹജ്ജുമായി ബന്ധപ്പെട്ട് നിർബന്ധമാകുന്ന ഫിദിയ മക്കയിൽ അറുത്ത് അതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടാണ് ഒരു മാന്യമായ സഹോദരൻ്റെ ചോദ്യം. ഹജ്ജുമായോ ഉംറയുമായോ ബന്ധപ്പെട്ട് വാജിബാത്ത് ഉപേക്ഷിക്കുകയോ അതുപോലെയുള്ള മറ്റു കാരണങ്ങളാലോ നിർബന്ധമാകുന്ന അറവുകൾ മക്കയിലാവണമെന്നില്ല. മക്കയേക്കാളും എത്രയോ വിശാലമായ ഭൂപ്രദേശമാണ് പരിശുദ്ധമായ ഹറം. ആ ഹറം അതിർക്കുള്ളിൽ വെച്ച് അറുക്കപ്പെടുകയും ആ ഹറമിൻ്റെ അതിർത്തിക്കുള്ളിലുള്ള മുസ്ലിമീങ്ങൾക്ക് വിതരണം ചെയ്യപ്പെടുകയും വേണം എന്നതാകുന്നു ഷാഫി മദ്ഹബിൻ്റെ നിയമം. ഇവിടെ ഹറമിൻ്റെ അതിർത്തിക്കുള്ളിലുള്ളവർക്ക് വിതരണം ചെയ്യപ്പെടുക എന്നതുകൊണ്ടുള്ള വിവക്ഷ അവിടെ മുസ്തൗത്തിനീങ്ങൾ ആവണം എന്നില്ല, അവിടെ മുഖീമു പോലും ആവണമെന്നില്ല, അവിടുത്തെ ഹാദിരീങ്ങളായാൽ മതി. ചുരുക്കത്തിൽ ജിദ്ദയിൽ നിന്ന് പോയ ആളുകളോ മറ്റോ ആ അതിർത്തിക്കുള്ളിലാകുമ്പോൾ അവർക്കത് കൊടുക്കാം, അവർക്കത് ഉടമയാക്കുകയും ചെയ്യാം. അതിൻ്റെ ശേഷം ആ ആളുകൾക്ക് അത് അവരുടെ നാടുകളിലേക്കോ എവിടേക്കോ കൊണ്ടുപോകുന്നതിനോ മറ്റോ തകരാറൊന്നുമില്ല. ഹറമിൻ്റെ അതിർത്തിക്കുള്ളിൽ തന്നെ അത് ഭക്ഷണം കഴിക്കപ്പെടണം എന്നില്ല. വിതരണവും അറവും ഹറമിൻ്റെ അതിർത്തിക്കുള്ളിലാവണം. ആ അതിർത്തിക്കുള്ളിൽ ആ സമയത്തുള്ളതായ മുസ്ലിമീങ്ങളായ മിസ്കിന്മാർക്ക് തന്നെ വിതരണം ചെയ്യപ്പെടണം. അതിൻ്റെ ശേഷം അവർക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്തിലേക്ക് കൊണ്ടുപോകാം, അതിന് തകരാറില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദിൻ്റെ ഫിദിയയുമായി ബന്ധപ്പെട്ട ക്ലിപ്പ് കേട്ടു. അതിലൊന്ന് രണ്ട് അനുബന്ധ സംശയങ്ങൾ. ഒന്ന്, ഇപ്പോൾ ഈ മുദ്ദ് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു രോമമാണ് കൊഴിഞ്ഞതെങ്കിൽ ഒരു മുദ്ദ്, രോമാണെങ്കിൽ 2 മുദ്ദ് എന്നൊക്കെയുള്ള നിയമം അനുസരിച്ച് നമ്മൾ ഈ മുദ്ദ് കൊടുക്കുകയാണെങ്കിൽ ഒരു മുദ്ദ് അരി അല്ലെങ്കിൽ ഒരു മുദ്ദ് ഗോതമ്പം അത് കൊടുത്താൽ മതിയോ, ധാന്യമായിട്ട് കൊടുത്താൽ മതിയോ, അതല്ല അത് ഭക്ഷണമായിട്ട് പാചകം ചെയ്തിട്ട് കൊടുക്കണോ എന്നാണ് സംശയം. മറ്റൊരു സംശയം, ആ മുദ്ദിൻ്റെ കതിറിൻ്റെ കണ്ടിട്ടുള്ള പൈസ കണക്കാക്കി കൊടുത്താൽ നമ്മുടെ മദ്ഹബിൽ അതിന് വല്ല വകുപ്പും ഉണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു രോമമോ ഒരു നഖമോ ഒരവസരത്തിൽ ഇഹ്റാമിലായി നീക്കിയാൽ ഒരു മുദ്ദ് അല്ലെങ്കിൽ ഒരു നോമ്പ്, 2 രോമം അല്ലെങ്കിൽ 2 നഖം നീക്കിയാൽ 2 മുദ്ദ് അല്ലെങ്കിൽ 2 നോമ്പ്. ഈ മുദ്ദ് നൽകുന്നത് ഹറമിൻ്റെ പരിധിക്കുള്ളിൽ വെച്ച് തന്നെയാവണം. നോമ്പ് നോക്കുന്നത് അവിടെ വെച്ചോ നാട്ടിലെത്തിയതിൻ്റെ ശേഷമോ എവിടെയാണെങ്കിലും ഹറമിൽ വെച്ചാവണം എന്ന നിബന്ധന നോമ്പിന് ബാധകം അല്ല. ഫിദിയകളിൽ അറവും മുദ്ദു കൊടുക്കലും ഹറമിൻ്റെ അതിർത്തിക്കുള്ളിൽ തന്നെയാവണം എന്നേ ഉള്ളൂ. ഞാൻ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല, വളരെ വിശദീകരിച്ച് പറയേണ്ട കാര്യങ്ങളാണ്. ഏതായാലും ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ അത് ഭക്ഷ്യധാന്യം വേവിക്കാതെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നല്ല അരി നോക്കിയിട്ട് ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 800 മില്ലി ലിറ്റർ അരി, അത് പാകം ചെയ്യാതെ വേവിക്കാതെ മിസ്കിന്മാരായ മുസ്ലിമീങ്ങൾക്ക് ഹറം അതിർത്തിക്ക് ഉള്ളിൽ പെട്ടവർക്ക് നൽകുക എന്നതാകുന്നു മുദ്ദ് കൊടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ. ഷാഫി മദ്ഹബ് പ്രകാരം
ഫിദിയയായി നൽകേണ്ട മുദ്ദിനു പകരം കാശ് കൊടുത്താൽ മതിയാകുന്ന ഒരഭിപ്രായം ഇല്ല. കാശ് കൊടുത്താൽ മതിയാകൂല, മുദ്ദ് ധാന്യമായി തന്നെ കൊടുക്കണം എന്നുള്ളതാകുന്നു മദ്ഹബ്.